പണത്തിന്റെ പടവളപ്പിൽ കണ്ണുമഞ്ഞളിച്ചിട്ട് ആഘോഷങ്ങളിൽ മുഴുവനും ആർഭാടവും ആഭാസവും കുത്തി നിറച്ച ഈ സമുദായത്തിന്റെ പൊന്നുമക്കൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നൊരു ഹദീസ് കണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ടവർ പറയുകയാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാകുന്ന സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം കുടിക്കാനായി അല്പം വെള്ളം ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു പാത്രത്തിൽ തേൻചാലിച്ച അല്പം വെള്ളം കൊണ്ട് കുടിക്കാൻ കൊടുക്കുമ്പോ മഹാനവറുകളാ വെള്ളമെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് തന്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കുകയാണ്. എന്നിട്ട് വെള്ളം വായിലേക്ക് വെക്കാതെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയായ ഭരണാധികാരിയായ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പൊട്ടി പൊട്ടി കൊച്ചു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങുന്നു. ചുറ്റുപാടും കണ്ടു നിൽക്കുന്ന സഹാബത്ത് മുഴുവനും ഒന്നൊന്നായി കൂടെ കരയുകയാ. അത് കഴിഞ്ഞ് അല്പസമയം പിന്നിടുമ്പോഴേക്കും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്റെ കരച്ചിലൊന്ന് അവസാനിപ്പിക്കുകയാ. ഉടനെ സഹാബത്തും കരച്ചിൽ അവസാനിപ്പിച്ചു. വീണ്ടും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ വെള്ളമെടുത്ത് കുടിക്കാൻ തന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചിട്ട് കുടിക്കാതെ മാറ്റിവെച്ചിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരച്ചിൽ തുടരുകയാണ്. അങ്ങനെ കുറെ സമയം കരഞ്ഞിട്ട് വീണ്ടും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്റെ മുഖം നല്ലപോലൊന്ന് തുടച്ചിട്ട് പൂർണ്ണ നിലയിലേക്ക് പഴയ രീതിയിലേക്ക് വരുമ്പോ സഹാബാക്കൾ മുഴുവനും കൂടുതൽ കൂടവർ ചോദിക്കാൻ പറ്റാതെ എന്താണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, തങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് കരയുന്നതെന്നറിയാതെ മറ്റുള്ള സഹാബാക്കൾ മുഴുവനും പരസ്പരം മുഖത്തോട് മുഖം ആശ്ചര്യത്തോടെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാ. എങ്കിലും കാരണം തിരക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ ചോദിക്കുന്നു, മാ ഹാജക അലാ ഹാദൽ ബുകാ, എന്താണ് തങ്ങളെ കരഞ്ഞത്? കുടിക്കാനായി തേൻ കലർത്തിയ നല്ല വെള്ളം കൊണ്ട് കയ്യിലേക്ക് തന്നപ്പോ അത് ചുണ്ടത്തേക്ക് വെച്ചിട്ട് കുടിക്കാതെ കരയാനുള്ള കാരണം എന്താണെന്ന് പ്രിയപ്പെട്ട സഹാബാക്കൾ ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞ മറുപടി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരിക്കൽ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ നബി തങ്ങളും മാത്രം ഇരിക്കുന്നൊരു സദസ്സിൽ കുറെ സമയം കഴിഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ഇടയ്ക്ക് വെച്ചെന്ന് വിളിച്ചു പറയുന്നു, പുന്നാരനിമിതങ്ങൾ വിളിച്ചു പറഞ്ഞു, എന്നെ തൊട്ട് വിദൂരത്തു പോ, എന്നെ തൊട്ട് അകന്നു നിൽക്ക്, എന്നെ തൊട്ട് വിദൂരത്തു പോ എന്ന് ഹബീബായ നബിതങ്ങൾ 2-3 തവണ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, ഹബീബായ നബിതങ്ങളെ ആരോടാണെന്ന് പറയുന്നത്? ഇവിടെ ഞാനിവിടെ തങ്ങളുമല്ലാതെ മൂന്നാമതൊരു വ്യക്തിയില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാണ്, ഞാൻ ചുറ്റുപാട് ഫലവൃത്തോടുകൂടി നോക്കി, ഞങ്ങൾ രണ്ടാമതല്ലാതെ മജ്ലിസിൽ മൂന്നാമതൊരു വ്യക്തിയില്ല. പിന്നെ ആരോടാണ് നബി തങ്ങൾ ഇത് പറയുന്നത്? ആരെയാണ് നബി തങ്ങൾ ആട്ടി ഓടിക്കുന്നത്? ആരെയാണ് നബി തങ്ങൾ ആക്ഷേപിക്കുന്നത് അറിയാൻ വേണ്ടി ചുറ്റുപാടും ഞാനൊന്ന് കണ്ണോടിച്ചു. പക്ഷെ ആരുമില്ല അവിടെ. ഹബീബായ നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറാക തദ്ഫഉ അൻക ശൈആ വലാ അറാ മഅക അഹദാ. നബിയെ, ഞാനിവിടെ ആരെയും കണ്ടില്ല, ചുറ്റുപാടും ഞാൻ നോക്കി, ആരോടാണ് ഹബീബേ അങ്ങ് പോകാൻ പറഞ്ഞത്? ആരെയാണ് നബിയെ തങ്ങൾ അവിടെ നാട്ടി ഓടിച്ചത്? തിരുദൂതരോട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാരണം തിരക്കുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സമീപത്താരെയും കാണാതെ ഹബീബായ നബി തങ്ങളോട് കാരണം തിരക്കി എന്തിനാണ് ആക്ഷേപിച്ചത്, ആരെയാണ് ഓടിച്ചതെന്നറിയാൻ തിരക്കുമ്പോ ഹബീബായ നബി തങ്ങളെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഓ സിദ്ദീഖേ, എന്റെ നേരെ ഈ സമയത്ത് നമ്മൾ രണ്ടാളും കൂടി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ദുനിയാവെന്ന
ഇന്ന് ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന വഞ്ചിക്കുന്ന സുന്ദരിയായ ലോകമുണ്ടല്ലോ. എന്റെ മുന്നിൽ ഈ സമയം കടന്നു വന്നിട്ട് എന്നെ വശീകരിക്കാൻ നോക്കിയ അബൂബക്കറെ, ദുനിയാവ് അവളുടെ സകല സൗന്ദര്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് എന്നെ വശീകരിക്കാൻ നോക്കിയപ്പോ അവളോടാണ് ഞാൻ പറഞ്ഞത്, എന്ന് പറഞ്ഞ് ഞാൻ ആട്ടിയോടിച്ചത് ആ ദുനിയാവിനെയാണ്. എന്റെ മുന്നിൽ നിന്നും ആ ദുനിയാവ്, ഞാൻ എന്റെ വാക്ക് കേട്ടെങ്കിലും ഞാനതിന്റെ പിടിയിൽ പെടാതെ എന്റെ മുന്നിൽ നിന്നും ആ ദുനിയാവ് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും അബൂബക്കറെ എന്നോട് ദുനിയാവെന്ന സുന്ദരി ഒരു വാക്ക് പറഞ്ഞു. എന്നോട് ദുനിയാവെന്ന സുന്ദരി ഒരു വാക്ക് പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ, തങ്ങളെ ഞാൻ വീഴ്ത്തിയില്ലെങ്കിലും തങ്ങളെന്റെ പിടിയിൽ പെട്ടില്ലെങ്കിലും തങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നവരെ, തങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരെ എന്റെ വലയിൽ ഞാൻ വീഴ്ത്തുന്നതാണ്, എന്റെ ചതിയിൽ ഞാൻ പെടുത്തുന്നതാണെന്ന് ആ ദുനിയാവ് എന്നോട് പറഞ്ഞ അബൂബക്കറെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വിശദീകരിക്കുന്ന തന്റെ സഹാബത്തിന്റെ മുന്നിൽ വഹശീതു അൻ തകൂന ഖദ് ലഹിതനി വദാകല്ലനി അബ്കാനി. പ്രിയപ്പെട്ട സഹാബത്തെ, ഞാൻ ഭയപ്പെടുകയാണ്. ആ ദുനിയാവിന്റെ പിടിയിലെങ്ങാനും ഞാൻ പെട്ടുപോയോ, ആ ദുനിയാവിനെ ചതിച്ചുവോ, ആ ദുനിയാവിന്റെ വഞ്ചനയിൽ ഞാൻ വീണുപോയോ എന്നോർത്തിട്ട് ഞാൻ ഭയപ്പെടുകയാണ്. എന്നോർത്തുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ കൂടെ നടന്ന് ദീന് പഠിച്ച ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാകുന്ന ഇന്നും മദീനയിൽ ചെന്ന് നോക്കിയാൽ പിരിയാത്ത പ്രായബന്ധത്തിന്റെ അടയാളമായി പരന്നു കിടക്കുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലും അതിനെ ഓർത്ത് കരഞ്ഞുപോയെങ്കിൽ ആധുനിക യുഗത്തിലെ മുസ്ലിം സമുദായമേ ചിന്തിക്കണേ, എത്രയെത്ര മധുരപാനീയങ്ങളാണ് ഓരോ ദിവസവും നാം കുടിക്കുന്നത്, എത്രയെത്ര സുഭിക്ഷമായ ഭക്ഷണങ്ങളാണ് നാം കഴിക്കുന്നത്, എന്തൊക്കെ ആർഭാടങ്ങളാണ് നമ്മുടെ കല്യാണ വീടുകൾ, എത്ര ആഭാസം നിറഞ്ഞതാണ് നമ്മുടെ കല്യാണ വീടുകൾ. പണത്തിന്റെ പളവളപ്പിൽ എന്തൊക്കെ തോന്നിയവാസങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നു. ഇതൊക്കെയും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതല്ല, ആ മുത്തുനബിയുടെ സഹാബത്ത് പഠിപ്പിച്ച പാഠമല്ല. അവരൊക്കെയും ഒരു നിമിഷം അല്പം തേൻ കലക്കിയ വെള്ളം കുടിക്കാൻ കൊടുത്തതിന്റെ പേരിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ കരച്ചിൽ കരഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ട സമുദായമേ ചിന്തിക്കണേ. അല്ലാഹു തആല പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നിശ്ചയം നിന്റെ അനുഗ്രഹങ്ങളെ പറ്റി മുഴുവനും നിന്നോട് ഞാൻ ചോദിക്കുന്നതാണ്. നിനക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മുഴുവനും എന്നോട് മറുപടി പറഞ്ഞിട്ടല്ലാതെ ഒരടി പോലും നീ ചലിക്കുകയില്ല.